Very warm good morning to everyone. I am Sanila, today's coordinator. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് തുടങ്ങാം. മനുഷ്യൻ തന്റെ സൃഷ്ടാവിനോടോ ദൈവത്തോടോ നടത്തുന്ന വിനീതമായ അപേക്ഷയോ അർപ്പണയോ ആണ് പ്രാർത്ഥന. ഇത് മനസ്സിനെ ഏകാഗ്രമാക്കാനും ആത്മീയമായ സമാധാനം കണ്ടെത്താനും സഹായിക്കുന്നു. അതുപോലെ സന്തോഷം കണ്ടെത്താനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് തുടങ്ങാം. പ്രയറിനായി കവിതയെ ക്ഷണിക്കുന്നു. Good morning, ma'am. Good morning to all. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഓൾ. താങ്ക് യു കവിത ഫോർ ദ വണ്ടർഫുൾ പ്രയർ. അടുത്തതായി സൈൻ ഇൻ ചെയ്യുന്നതിനായി റോസ്മേരിയെ ക്ഷണിക്കുന്നു. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്ന നമ്മുടെ അശ്വതി മിസ്സിനെയും എൻ്റെ എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു റോസ്മേരി. അടുത്തതായി നല്ലൊരു ദിവസം ആരംഭിക്കുന്നത് നല്ലൊരു ചിന്തയിലൂടെ ആവട്ടെ. ഈ ഒരു സന്ദേശത്തിന് വേണ്ടി രഞ്ജിനിയെ ക്ഷണിക്കുന്നു. Good morning, ma'am. Good morning, all. Mistake increase your experience, and experience decreases your mistakes. If you learn from your mistakes, then others learn success. APJ Abdul Kalam. താങ്ക് യു രഞ്ജിനി. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. മാം, താങ്ക് യു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഗുഡ് മോർണിംഗ് മാം. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണോ ക്ലാസ്സിൽ കയറിയത്? അതെ മാം. ന്യൂ ഇയർ എങ്ങനെയുണ്ടായിരുന്നു? സെലിബ്രേറ്റ് ചെയ്തോ? പുറത്തു പോയോ എല്ലാവരും? അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണോ ആഘോഷിച്ചത്? വീട്ടിൽ തന്നെയായിരുന്നു ഞാൻ കുറച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നിങ്ങൾക്ക് ഞാൻ നമ്പർ വ്യൂലും പിക്ചർ വ്യൂലും കാണിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ? മിക്കവാറും വ്യാഴാഴ്ച ചിലപ്പോ എന്റെ തന്നെ ക്ലാസ് ആയിരിക്കും. അന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു ആക്ടിവിറ്റി ആണത്, അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പൊ കാണിച്ചു വന്ന് ഞാൻ അതിന്റെ ഒരു മോഡല് ചെയ്തിട്ടുണ്ട്. ആ മോഡല് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ പെട്ടെന്ന് ഒന്ന് ഷടപെട്ടെന്നും പറഞ്ഞ് ചെയ്യണ്ട. നിങ്ങളുടെ സമയം എടുത്തിട്ട് നിങ്ങൾ ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോൾ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, എന്നിട്ട് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താൽ മതി. ചെയ്തവര് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത്? ഞാൻ ഒരു പാരഗ്രാഫ് വായിച്ചു തുടങ്ങണം. ഓക്കെ.
ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങള് ഡിഫ്തീരിയയുടെ പറഞ്ഞു, പെർട്ടൂസിന്റെ പറഞ്ഞു, ടെറ്റനസിന്റെ പറഞ്ഞു. അപ്പൊ അതിനകത്ത് വാക്സിൻസിന്റെയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരെങ്കിലും ഈ ഒരു പാരഗ്രാഫ് വായിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ട്രൈ ചെയ്യൂ കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത്. വായിക്കാമോ? കവിത റീഡ് ചെയ്യാമോ കവിത? ഓക്കെ, റീഡ് ചെയ്തോളൂ. ഡിഫ്തീരിയ അല്ലേ വായിക്കേണ്ടത്? ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ് കേട്ടോ. Immunization against these disease is given in one connected shot, the DPT shot. The first is given when the baby is 6 weeks old, followed by a second at 10 weeks, and third at 40 weeks, at 80 months, and again at 4.5 years. Booster DPT shot is given between the age of 12 and 40 years. The child is given booster for diphtheria and tetanus, but not for pertussis. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ ഇതിനകത്ത് വരുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ? കവിത എക്സ്പ്ലനേഷൻ പറയാമോ? ബുദ്ധിമുട്ടുണ്ടോ പറയാനായിട്ട്? കേട്ടിട്ടില്ല, അതുകൊണ്ട്. ഓക്കെ, വേറെ ആരോ പറയാ? ഞാൻ പറയാം മാം. സനില. ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ്, ഈ 3 ഡിസീസസിനുള്ള ഇമ്മ്യൂണൈസേഷൻ ആണ് DPT ഷോട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ബേബിക്ക് കൊടുക്കുന്നത് 6 വീക്സിലാണ്. 6 വീക്സ് ഓൾഡ് ആയിരിക്കുമ്പോഴാണ് കുഞ്ഞിന് കൊടുക്കുന്നത്. ദെൻ അടുത്തത് 10 ആഴ്ച കഴിയുമ്പോൾ, 10 വീക്സ് കഴിയുമ്പോൾ അടുത്ത ഷോട്ട് കൊടുക്കും. ദെൻ തേർഡ് അറ്റ് 14 വീക്സ്, 14 ആഴ്ചയാകുമ്പോൾ. ദെൻ അടുത്തത് വരുന്നത് 18 മന്ത്സിലാണ്. ദെൻ എഗെയിൻ അറ്റ് 4.5 ഇയർ, 4.5 വയസ്സിൽ നമ്മൾ പറഞ്ഞു 14th വീക്കിൽ കൊടുക്കുന്നു. ദെൻ 18 മന്ത്സിൽ കൊടുക്കുന്നു. ആൻഡ് എഗെയിൻ അറ്റ് 4.5 ഇയേഴ്സ് ബൂസ്റ്റർ ഡോസ്, ബൂസ്റ്റർ DPT നമ്മൾ 4.5 വയസ്സ് 5നും 4.5ക്കും ഇടയിൽ നമ്മൾ DPT ഷോട്ട് ബൂസ്റ്റർ ഡോസ് കൊടുക്കും. അതിനുശേഷം വരുന്നത് 12 14 വയസ്സിന് ഇടയിലാണ് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കേണ്ടത്. പക്ഷെ കൊടുക്കുന്നത് ബൂസ്റ്റർ ഡോസ് ഡിഫ്തീരിയക്കും ടെറ്റനസിനും മാത്രമായിരിക്കും. പെർട്ടൂസിസിന് ആ സമയത്ത് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നില്ല. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഈ ഡിഫ്തീരിയ ആയാലും പെർട്ടൂസിസ് ആയാലും ടെറ്റനസ് ആയാലും ഇത് എന്താ പറയാ, ഒരു കണക്റ്റഡ് ഡിസീസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് DPT ഷോട്ട് ആണ് നൽകുന്നത്. ആദ്യം 6th വീക്കിലും പിന്നീട് അതിനെ തുടർന്ന് 10th വീക്കിലും അതിനുശേഷം 14th വീക്കിലും എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിക്ക് DPT ഷോട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ DPTയുടെ പ്രൈമറി ഡോസ് എന്നാണ് പറയുക എന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുട്ടിക്ക് 18 മാസം പ്രായമാകുമ്പോൾ, 18 മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു 1.5 വയസ്സ് അല്ലേ. അതിനുശേഷം 4.5 വയസ്സിലും എന്ത് ചെയ്യുന്നുണ്ട്, DPTയുടെ ബൂസ്റ്റർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, 12നും 14 വയസ്സിനും ഇടയില് കുട്ടിക്ക് ഡിഫ്തീരിയക്കും ടെറ്റനസിനുമായിട്ട് DT വാക്സിൻ ആണ് എടുക്കുന്നത്. ബട്ട് നോട്ട് ഫോർ പെർട്ടൂസിസ്. പെർട്ടൂസിസ് അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസിന്റെ വാക്സിനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. നെക്സ്റ്റ് വായിച്ചോളൂ കേട്ടോ. പോളിയോമൈലൈറ്റിസ് അഥവാ ഇൻഫാന്റൽ പാരാലിസിസ്. ആരാ വായിക്കുക?
വായിക്കാത്തവര് വായിക്കൂ കേട്ടോ. ഞാൻ വായിക്കാം. The polio vaccine is given along with 3 DTP dose, followed by 2 boosters, one at 1.5 years and the second at 4.5 years. എന്താ മനസ്സിലായേ? പോളിയോ വാക്സിൻ 3 DTP ഡോസ് കൊടുക്കണതിന്റെ ഒപ്പം തന്നെ കൊടുക്കണ വാക്സിൻ ആണ് ഇത്. ഒരെണ്ണം 1.5 ഇയേഴ്സിലും പിന്നെ അതിന്റെ സെക്കൻഡ് 4.5 ഇയേഴ്സിലും ആണ് എടുക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് DPTയുടെ കൂടെ തന്നെ കൊടുക്കുന്നതാണ്. പിന്നെ ഒരെണ്ണം ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ 1.5 ഇയേഴ്സിലും പിന്നെ മറ്റൊന്ന് 4.5 ഇയേഴ്സിലും ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പോളിയോ മൈലൈറ്റിസ് അഥവാ ഇൻഫാന്റൈൽ പാരാലിസിസ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? എന്താണ് പോളിയോ മൈലൈറ്റിസ്? നമ്മുടെ ചുറ്റിനുമൊക്കെ ചില ആളുകൾക്ക് ഈ അസുഖം ഇപ്പോഴും ഉണ്ട്. കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും പഴയ ആളുകൾക്കൊക്കെ നമ്മൾ കൂടുതലായിട്ട് അത് കാണുന്നുണ്ട്, ഇല്ലേ? ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഉണ്ടാകാം, അല്ലെങ്കിൽ നെയ്ബർ ആയിട്ടുള്ള ആർക്കെങ്കിലും ഉണ്ടാകാം, ക്ലോസ് വൺസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും അങ്ങനെയുള്ള ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോ ഈ രോഗം ബാധിച്ചിട്ടുണ്ടാകാം. പോളിയോ അസുഖം കേട്ടിട്ടുണ്ടോ? അതിനെയാണ് പോളിയോ മൈലൈറ്റിസ് എന്ന് പറയുന്നത് കേട്ടോ. പോളിയോ ബാധിക്കുക എന്ന് പറയൂ അല്ലെ? കണ്ടിട്ടുണ്ടോ? അവരുടെ പ്രത്യേകത എന്താ? കൈക്കും കാലിനൊക്കെ ബോഡി ഉണ്ടാകും. കൈക്കും കാലിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മാം. ഞാനായിരുന്നു കേട്ടോ സ്കൂളിൽ നടന്നിരുന്നതും PGക്ക് ഒക്കെ നടന്നിരുന്നപ്പോ കൂടെ പിടിച്ചുകൊണ്ട് നടന്നത് ഞാനായിരുന്നു. ഇപ്പൊ ആള് ഓക്കെ ആയിട്ടുണ്ട്. ഒരു പരമാവധി ഓക്കെ ആയി. ഇപ്പൊ ഒരു സൊസൈറ്റിയിൽ വർക്ക് ചെയ്യാണ് ക്ലർക്കായിട്ട്. പക്ഷെ ഒരു വിധത്തില് ഇപ്പൊ നമ്മളൊക്കെ പോലെ തന്നെ ഒരുവിധം നന്നായിട്ടൊക്കെ നടക്കും. കാലിന് മാത്രം ചെറിയൊരു വളവുണ്ട്, കൈക്കും. അതെ, എന്ത് ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ എടുത്തത്? തെറാപ്പി ആയിരുന്നു ഫുള്ള് ചെയ്തിരുന്നത്. തെറാപ്പി ആയിരുന്നു. അതെ. അപ്പോ നമുക്കറിയാം, അതായത് നമ്മുടെ ചുറ്റിനൊക്കെ ചില ആളുകളൊക്കെ കാണുമ്പോൾ അവർക്ക് ചിലപ്പോ ചലനശേഷി ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ചലനശേഷി ഉണ്ടാവില്ല. ചില ആളുകൾക്ക് കൈയോ കാലോ ഏതെങ്കിലും ഒരു പാർട്ട് തളർന്നു പോയിട്ടുണ്ടാകാം. അപ്പൊ അത്തരത്തിലുള്ള ആളുകളോട് നമ്മൾ സംസാരിച്ചാലും മനസ്സിലാകും അവർക്ക് പോളിയോ ബാധിച്ചതാണ്. അവരുടെ സംസാരത്തിൽ ഉണ്ടാകും അത് എപ്പോഴാണ്, എന്തുകൊണ്ടാണ് ആ രോഗം വന്നത്, അങ്ങനെയുള്ള ചിലപ്പോ റൂട്ട് കോസ് എന്താണെന്ന് ചിലപ്പോൾ പിടികിട്ടുന്നുണ്ടാവില്ലെങ്കിൽ കൂടി, എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി അവർക്ക് ഈ അസുഖമാണെന്ന് അവർക്ക് തന്നെ ഒരു തിരിച്ചറിവുണ്ടാകും. അപ്പൊ ഈ ഒരു രോഗത്തെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് പോളിയോ അസുഖം അഥവാ പിള്ളവാദം എന്നാണ് ഇതിനെ പറയുന്നത്. പിള്ളവാദം എന്ന് കേട്ടിട്ടുണ്ടോ? പണ്ടത്തെ ആൾക്കാരൊക്കെ പിള്ളവാദം എന്നാ പറയാ. പിള്ളവാദം വന്നു എന്ന് പറയും. ചില ആളുകൾ പറയും പിള്ളവാദം വന്ന് മരിച്ചു പോയെന്നൊക്കെ പറയും. അതായത് പണ്ട് കാലത്തൊക്കെ, അതായത് നമ്മൾക്ക് ഇപ്പോൾ ഉള്ള മോഡേൺ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും പണ്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഏറിയ ആളുകളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, രോഗം വന്ന് മരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരു ഫാമിലിയിൽ തന്നെ ചിലപ്പോ 5, 6, 7, 10 മക്കളൊക്കെ ഉണ്ടാകും. അപ്പൊ അതിനകത്ത് തന്നെ ചിലപ്പോ ചില കുട്ടികൾ മരിച്ചു പോയിട്ടില്ല. അതും ഇങ്ങനെയുള്ള അസുഖം വന്നിട്ടാണ്, പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യാതെയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാതെയൊക്കെയാണ് മരിച്ചു പോകുന്നത് അല്ലെ? അപ്പൊ ഈ ഒരു അസുഖത്തെ പറയുന്ന പേരാണ് പണ്ട് മുതൽക്ക് പിള്ളവാദം എന്ന് പറയുന്നത്. ഇതൊരു വൈറസ് അണുബാധയാണ്. ഓക്കെ, ഇതൊരു വൈറസ് അണുബാധയാണെന്ത് ഈ ഒരു പോളിയോ മൈലൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകമായിട്ടുള്ള ചികിത്സയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇപ്പൊ നേരത്തെ സനില പറഞ്ഞു ഫിസിയോതെറാപ്പിയിലൂടെയാണ് റിക്കവർ ആയി വന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ രോഗികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് സപ്പോർട്ടീവ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, അതായത് തെറാപ്പിയിലൂടെ കുറെ കാലം എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇവർക്ക് ഏകദേശം, അതായത് പൂർണ്ണമായിട്ട് ഇവരെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് സാധിക്കില്ല പൂർണ്ണമായിട്ട്. പക്ഷെ അവർക്ക് ഏകദേശം അവരുടെ മൂവ്മെന്റ് ഒന്ന് എന്താ പറയാ കൂടുതലായിട്ട് സ്റ്റേബിൾ ആകാനും അതുപോലെ തന്നെ പഴയതിൽ നിന്ന് കുറച്ചും കൂടി ഒരു റിക്കവറി സാധ്യമാകാനും ഫിസിയോതെറാപ്പിയിലൂടെ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത്
ഈ അസുഖം വന്നു കഴിഞ്ഞാല് ബാധിക്കുന്നത് നെർവസ് സിസ്റ്റത്തെയാണ്. അതായത് നമ്മുടെ പ്രധാനമായിട്ടും നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന രോഗമായതുകൊണ്ടാണ് ഇത് ചലനശേഷിയെ ബാധിക്കുന്നത് കേട്ടോ. ഓക്കെ, നെർവസ് സിസ്റ്റത്തെയാണ് ഈ ഒരു വൈറസ് അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കയ്യോ കാലോ തളർന്നു പോകുന്നത്, അല്ലെങ്കിൽ അരയ്ക്ക് കീഴ്പോട്ടൊക്കെ തളർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. പിന്നെ നവജാത ശിശുക്കളിലാണെങ്കിൽ, അതായത് ന്യൂബോൺ ബേബീസിനൊക്കെ ആണെങ്കിൽ ഇതിനെതിരെയുള്ള വാക്സിൻസും കാര്യങ്ങളും ഒക്കെ ഇപ്പോ അവൈലബിൾ ആണ്. അതായത് ഇപ്പോ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റും അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ കറക്റ്റ് സമയത്ത് വാക്സിനേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിനെ ഏക ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ 100% ഈ രോഗത്തെ തുടച്ചു നീക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് കുട്ടികൾക്ക് നമ്മൾ കറക്റ്റ് ടൈമിൽ എന്ത് കൊടുത്തിരിക്കണം, വാക്സിൻ കൊടുത്തിരിക്കണം. ആ സമയത്ത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ബുദ്ധിമുട്ട് ഒന്നുമില്ലെങ്കിൽ കൂടിയും കുറെ നാള് കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ ആഫ്റ്റർ എഫക്ട് അവരിൽ ബാധിക്കുന്നത്. ഓക്കെ, അപ്പൊ പോളിയോ മൈലൈറ്റിസിനെ കുറിച്ച് മനസ്സിലായല്ലോ. എന്റെ മോളുടെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടിക്ക് പോളിയോ എടുത്ത പിറ്റേ ദിവസമാണ്. പോളിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വയസ്സിന്റെ കുത്തിവെപ്പ് എടുക്കൂലേ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. അതെടുത്തതിന് ശേഷം ആ കുട്ടിയുടെ ഒരു 1 സൈഡ് എടുത്ത് ഒരു 5 മണിക്കൂർ കഴിഞ്ഞപ്പോ തൊട്ട് ആ കുട്ടിക്ക് കൈയും കാലും ഭയങ്കര തരിപ്പും എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ കാണിച്ചു. സ്കൂളിൽ വെച്ചിട്ടാണ് ഇഞ്ചക്ഷൻ എടുത്തിരുന്നത്. ഹലോ, പറയുന്നത് ക്ലിയർ അല്ല, എനിക്ക് ശരിക്കും മനസ്സിലായില്ല പറഞ്ഞത്. കവിത, മിസ്സേ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്, ഒന്നുകൂടി പറയാമോ? എന്റെ മോളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതുപോലെ 10 വയസ്സിന്റെ കുത്തിവെപ്പ് എടുക്കൂലേ, അതെടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് സമയം, ഒരു 5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ആ കുട്ടിക്ക് 1 സൈഡ് കൈക്കും കാലിനും ഭയങ്കര തരിപ്പും നടക്കാനൊരു ബുദ്ധിമുട്ടും കാണിച്ചിരുന്നു. സ്കൂളിൽ വെച്ച് തന്നെ, സ്കൂളിൽ വെച്ചായിരുന്നു അവർക്ക് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആ സമയമാകുമ്പോഴത്തേനും 2 കാലുകൾക്കും തളർച്ചയായി. ഇപ്പൊ കുട്ടി സ്കൂളിൽ വരുന്നില്ല, 2 കാലിനും അതെ കൈയുടെ വിരലുകൾക്കും ഭയങ്കര തളർച്ച ബാധിച്ചു. അവര് പറയുന്ന ആ കുട്ടിയുടെ ശരീരത്തില്, നമ്മുടെ സാധാരണ എല്ലാ കുട്ടികളുടെ ശരീരത്തിലും ഉണ്ടാവുന്ന അത്രയും പ്രോട്ടീൻസുകൾ വേണം നമ്മുടെ കുട്ടികളുടെ ശരീരത്തിൽ ഇത്രയ്ക്ക് അളവിൽ പ്രോട്ടീൻസ് നിൽക്കണം എന്ന്. അത്രയും ആ കുട്ടിയുടെ ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് ഈ വാക്സിൻ എടുത്തപ്പോ അത് അതിനോട് റിയാക്ട് ചെയ്യാണ് ചെയ്തത് എന്ന് പറയുന്നത്. കുട്ടി ഒട്ടും വെജിറ്റബിളും അങ്ങനെയൊന്നും കഴിക്കില്ലാന്ന്. ഇറച്ചി, മീൻ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കറിയുടെ ചാറ് മാത്രം കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുള്ളൂന്ന്. വേറെ ഫുഡുകൾ കഴിക്കൽ ഭയങ്കര കുറവാത്രേ. ആള് നല്ല മെലിഞ്ഞിട്ടാണ് കുട്ടി. ഇപ്പോ ഭയങ്കര എന്തോ ഒരു അവസ്ഥയാ കുട്ടീനെ കാണുമ്പോ തന്നെ നമുക്ക്. ഞങ്ങൾ പോയിരുന്നു ആ കുട്ടീനെ കാണാനായിട്ട്. അപ്പൊ ഇങ്ങനെയാണ് കുട്ടിയുടെ. ഇപ്പൊ വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അപ്പൊ സ്കൂളിൽ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചർമാരും കുട്ടികളും കൂടി അവിടെ പോയി പറഞ്ഞ് ബുദ്ധിക്കോ കാര്യങ്ങൾക്കോ അങ്ങനെയൊന്നും പ്രശ്നങ്ങളില്ല. പക്ഷെ ഇങ്ങനെ കൈക്കും കാലിനും ആ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി, എണീക്കാനോ ഒന്നിനും പറ്റാത്തൊരു. ചിലവർക്ക് വാക്സിൻ എടുത്ത് കഴിയുമ്പോൾ എന്തെങ്കിലും, അതായത് ഉള്ളിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ എഫക്ട് ചിലപ്പോൾ അറിയാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പറയാറുണ്ടല്ലേ, ഈ പനിയുള്ള സമയത്തും അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളുള്ള സമയത്തൊക്കെ വാക്സിൻ കൊടുക്കരുതെന്ന് പറയാറുണ്ടല്ലേ, കേട്ടിട്ടുണ്ടോ അങ്ങനെ നിങ്ങള്? എന്തുകൊണ്ടായിരിക്കും അത്? ബോഡി റിയാക്ട് ചെയ്യുന്നോണ്ടാണ്. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരികയോ ചിലപ്പോൾ തളർന്നു പോവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ബോഡി റിയാക്ട് ചെയ്യുന്നോണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് കറക്റ്റ് സമയത്ത് നമ്മൾ വാക്സിൻ കൊടുക്കുക. നമ്മൾക്ക് അറിയാമല്ലോ,
വയസ്സിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇത്ര വാക്സിൻ കൊടുക്കണം. അത് പിന്നെ കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മള് ഇത് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ വാക്സിൻ എടുക്കാൻ പോകുന്ന സ്ഥലത്തെ അവരെ അറിയിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും കറക്റ്റ് ആയിട്ട് വാക്സിൻ കൊടുക്കാറില്ലേ? കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് അടുത്തത് മീസിൽസ് നോക്കാം. മാം, നമ്മൾ ഈ 4.5 വയസ്സിന്റെ പോളിയോ അപ്പൊ എടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാമോ? എടുക്കാൻ വാക്സിൻസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് വർക്കറെ കോണ്ടാക്ട് ചെയ്യുന്നത്, ഹെൽത്തിൽ വിളിച്ച് ചോദിക്കുന്നത് ഏറ്റവും നല്ലത്. ഞാന് പുറത്താ, അപ്പൊ നാട്ടിൽ പോയപ്പോ ഇപ്പൊ DPT എടുത്ത് 4.5 വയസ്സിന്റെ മോന് 5.5 വയസ്സായപ്പോഴാ അത് എടുത്തത്. പക്ഷെ പോളിയോ വാക്സിന്റെ കാര്യം വിട്ടുപോയി, അതെടുത്തില്ല. ഞങ്ങളിപ്പോ തിരിച്ചു വരികയും ചെയ്തു. അതെ അല്ലേ? ആ, അപ്പൊ ആരെയായിട്ടും കോണ്ടാക്ട് ചെയ്തില്ലേ എടുത്തില്ലെന്ന് പറഞ്ഞിട്ട്? DPT എടുക്കുന്നത് ഹെൽത്തിൽ നിന്ന് വന്ന് നഴ്സറിന്ന് വന്ന് പറഞ്ഞായിരുന്നു വീട്ടില്. പക്ഷെ പോളിയോ വാക്സിന്റെ കാര്യം പറഞ്ഞില്ല അല്ലേ? ഒന്ന് കോണ്ടാക്ട് ചെയ്യും അവരെ കേട്ടോ. എനിക്ക് കറക്റ്റ് അതിനെ കുറിച്ച് അറിയില്ല. ഇപ്പൊ നമ്മൾ ഒരു ദിവസം കിട്ടത്തില്ലെങ്കിൽ പിറ്റേ ദിവസം അത് അവിടെ ഉണ്ടാവുള്ളൂ സ്റ്റോക്ക്, അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അതിപ്പോ കുറെ ദിവസത്തെ ലാഗ് വന്നാൽ അതെനിക്ക് അറിയില്ല എങ്ങനെയാണെന്ന്. അപ്പൊ ഒന്ന് ആരെയാണോ കോണ്ടാക്ട് ചെയ്യുന്നത് അവരെ വിളിച്ചത് കോണ്ടാക്ട് ചെയ്യും. എന്നിട്ട് പറയും ഇങ്ങനെ എടുത്തിട്ടില്ല, അപ്പൊ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഇനി എപ്പോഴാണ് അത് എടുക്കാൻ സാധിക്കാന്ന് വിളിച്ചു ചോദിക്കും കേട്ടോ. അതാണ് കൂടുതൽ ബെറ്റർ. ഓക്കെ മാം. അല്ല, നമുക്ക് ഈ പ്രായം കഴിഞ്ഞിപ്പോ 1 വർഷം കൂടെ കഴിഞ്ഞെടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ? 1 വർഷം കൂടി കഴിഞ്ഞിട്ട് എടുക്കുന്നതിലോ? പ്രശ്നമില്ലെന്ന് തോന്നുന്നു. പുറത്തൊക്കെ ഉള്ളവര് ആവുമ്പോ കറക്റ്റ് ആയിട്ട് അവിടെയുള്ള ഹോസ്പിറ്റലുകളിൽ ഇത് അവൈലബിൾ അല്ലേ? ഇത് എവിടെയാ, സ്ഥലം എവിടെയാ? ദുബൈയില. മോന് എല്ലാ വർഷം ഇവിടെ സ്കൂളിൽ MMR ഒക്കെ കഴിഞ്ഞ വർഷം എടുത്തു. ഈ വർഷം എടുക്കാനുള്ള വാക്സിൻ പൂരിപ്പിച്ചൊക്കെ കൊടുത്തു. MMR കൊടുക്കും. പോളിയോ അങ്ങനെ കൊടുക്കൂലെന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് സ്റ്റോക്ക് അവിടെ വെക്കും. എടുക്കാത്തവര് നമുക്ക് എവിടെയായാലും എടുക്കാലോ പോളിയോ. നമ്മളെ സെന്ററിൽ തന്നെ എടുക്കണം എന്നില്ല, പക്ഷെ പിറ്റേ ദിവസത്തേക്ക് അവര് സൂക്ഷിച്ച് വെക്കും. നമ്മളെ മറ്റുള്ള വാക്സിനുകളൊക്കെ കൊടുക്കണുണ്ട്. മാസം തെറ്റിയാലും ഒരു ഏജിനുള്ളിൽ എടുത്ത് തീർത്താൽ മതി. പക്ഷേ ഇങ്ങനെ പോളിയോ കേട്ടിട്ടില്ല. പോളിയോ പിറ്റേ ദിവസം അവർ ചെല്ലുമ്പോൾ നമുക്ക് ഒരു സ്റ്റോക്ക് ചെയ്തിട്ടാണ്. പിന്നെ എത്ര പ്രാവശ്യത്തെ പോളിയോ വരുമ്പോഴാണ് ആ കുട്ടിക്ക് കൊടുക്കാറ്. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതെ അതെ, ഞാനൊരു പ്രാവശ്യം 4 വയസ്സിലോ മോന് 4 വയസ്സുള്ളപ്പോ ഇതുപോലെ തന്നെ പോളിയോ ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മറന്നുപോയി. എന്നിട്ട് എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു കാരണം കൊണ്ട് മറന്നുപോയി. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ആകെ ടെൻഷനായി. എന്നിട്ട് പിന്നെ ഞാൻ ഹെൽത്തിൽ വിളിച്ചു ചോദിച്ചപ്പോ അവര് പറഞ്ഞു പേടിക്കണ്ട, സാധനം സ്റ്റോക്ക് ഉണ്ട്, അവിടെ അംഗൻവാടിയിലാണ് കൊടുക്കുന്നത്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ തന്നെ വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നിട്ട് പിറ്റേ ദിവസം കൊടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്, പിറ്റേ ദിവസം വേണമെങ്കിൽ അത് സ്റ്റോക്ക് ഉണ്ടാവും കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട്. കുറെ നാളെ ഗ്യാപ്പ് വരുമ്പോൾ എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട്. പിന്നീട് അത് നെക്സ്റ്റ് എപ്പോഴാണോ അപ്പോഴാ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ. എന്തായാലും ഒന്ന് വിളിച്ചു ചോദിക്കും കേട്ടോ. ഓക്കെ ഓക്കെ മാം. ഓക്കെ, ടെൻഷനൊന്നും ആവട്ടെ, വിളിച്ചു ചോദിച്ചാൽ മതി. ഓക്കെ മാം. നമുക്ക് അടുത്തത് നോക്കാം. മീസിൽസ് ഒരാളൊന്ന് റീഡ് ചെയ്തേ. Measles. The baby is immunized against measles between the age of 9 and 12 months and a booster in the form of MMR vaccine at 15 and 18 months. Should there be an epidemic of measles in the area, or should a family member get measles before the baby has been immunized? The doctor usually immunizes the baby to protect it from catching it or keep the case from becoming a bad one if the baby before had it. മീസിൽസ് എന്ന് പറയുന്ന രോഗത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മീസിൽസ്, ഇതിന് മറ്റൊരു പേര് അഞ്ചാം പനി അല്ലേ? കുറച്ച് കുട്ടികൾക്കെങ്കിലും ചില സമയത്ത് വരാറുണ്ട്. ഇനി നമുക്കൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം. അപ്പൊ നമുക്ക് എന്താണ് 5ാം പനി എന്ന് നോക്കാം. മീസിൽസ് അതായത് വൈറസ് മൂലമുണ്ടാകുന്ന ഒരു സാംക്രമിക രോഗമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന
ഒരു ഡിസീസാണ് എന്ത് മീസിൽസ് എന്ന് പറയുന്നത്. കുട്ടികളിലാണ് ഇത് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. ഓക്കെ, പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് രോഗബാധിതരുടെ ചുമയിലൂടെയും തുമ്മലിലൂടെയും തെറിക്കുന്ന ചെറുകണികകൾ കേട്ടോ, ഡ്രോപ്സിലൂടെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ രോഗം വ്യാപിക്കുന്നത്. ഇതിന്റെ കോമൺ സിംറ്റം എന്ന് പറയുന്നത് പനി ഉണ്ടാകും. 3-4 ദിവസം പനി ഉണ്ടാകും, നല്ല രീതിയിൽ പനിക്കും. 5-ാം ദിവസം ശരീരത്തില് ചുണങ്ങ് പ്രത്യക്ഷപ്പെടും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ 5-ാം പനി എന്ന് അറിയപ്പെടാൻ കാരണം. മനസ്സിലായോ പേരെങ്ങനെയാണ് വന്നതെന്ന്? ആദ്യത്തെ 3-4 ദിവസം പനിയാണ് ഉണ്ടാവുക, പക്ഷെ കൃത്യം 5-ാമത്തെ ദിവസം എന്ത് ചെയ്യും? ഈ ഒരു ചുണങ്ങുകള് ശരീരത്തിൽ പ്രത്യക്ഷപ്പെടും. ഇപ്പൊ പണ്ടത്തെ ആളുകളൊക്കെ ഈ രോഗമാണെന്ന് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? അവര് വാച്ച് ചെയ്യും അല്ലെ, എത്ര ദിവസം പനിക്കുന്നുണ്ട്, 5-ാമത്തെ ദിവസമാണോ കുട്ടിയുടെ ശരീരത്തിൽ ഈ മാറ്റം ഉണ്ടായതെന്ന് അവര് ഒബ്സർവ് ചെയ്യും. അങ്ങനെയാണ് ഈ രോഗത്തിന് അവര് ചികിത്സ കൊടുത്തിരുന്നത്. ഓക്കെ, പിന്നെ ഈ ചുണങ്ങെന്ന് പറഞ്ഞാല് ചിലവർക്ക് ചുവന്ന തടിച്ച പാടുകളായിരിക്കാം. പിന്നെ അതുപോലെ ഫേസിൽ ഉണ്ടാകും കൂടുതലായിട്ട്. പിന്നെ ചെവിയുടെ പുറകിലായിട്ട് കൂടുതലായിട്ട് ഈ പാടുകൾ ഉണ്ടാകും. ചെവിയുടെ പുറകിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഉറപ്പിക്കാം ഇത് 5-ാം പനിയാണെന്ന്. പിന്നെ അല്ലാതെയുള്ള സിംറ്റം എന്ന് പറയുന്നത് എന്താ പറയാ, നല്ല രീതിയിൽ അതായത് ലൂസ് മോഷൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം ലൂസ് മോഷൻ ഉണ്ടായിട്ട് ഡീഹൈഡ്രേഷൻ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് വളരെയധികം സീരിയസ് ആകുന്ന കുട്ടികൾക്ക് ഐസൊലേഷൻ ആണ് കൊടുക്കുക. അതായത് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് താമസിക്കുകയാണ് ചെയ്യുക. പിന്നെ അതിനെ തുടർന്നുള്ള ചികിത്സയും മറ്റുമൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ ഇതാണ് മീസിൽസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? 5-ാം പനി വന്നിട്ടുണ്ടോ ആർക്കെങ്കിലും? എനിക്ക് വന്നിട്ടുണ്ട്. ഒന്ന് എക്സ്പീരിയൻസ് പറയാൻ ചെറുപ്പത്തിലാണ് മേലൊക്കെ ആകെ കുഞ്ഞു കുഞ്ഞു കുരു പോലെ വന്നിട്ടേ, ചൂട് കുരു പോലെ അങ്ങനെ വന്നിട്ട് മേലൊക്കെ മൊത്തം വന്നിട്ടുണ്ടായിരുന്നു, മുഖവും മേലും മൊത്തം. പനി വന്നതിന് ശേഷമാണ് വന്നത്. അതെ അല്ലേ? ബുദ്ധിമുട്ടുണ്ടായിരുന്നോ നല്ല രീതിയിൽ? വേദന പോലെ നമുക്കൊരു കുത്തി ഇങ്ങനെ ഇരിക്കണ പോലെ ഒരു അസ്വസ്ഥത ആയിരിക്കലോ, മുഖത്തും ഉള്ളത് ഭയങ്കര വേദന പോലെയായിരുന്നു. പിന്നെ ഈ അടുത്ത് മോന് ഇതേപോലെ ന്യൂമോണിയ വന്നപ്പോഴേ, ന്യൂമോണിയ ചെറുതായിട്ട് കഫക്കെട്ട് വന്നപ്പോൾ അതിന്റെ ഇടയിൽ ഇതേപോലെ മേത്ത് നിറച്ചു കുരുക്കളായിരുന്നു. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ചെറിയ രീതിയിൽ 5-ാം പനി വന്ന് പോയതാണ്. വലിയ രീതിയിലായില്ല, ചെറിയ രീതിയിലേക്കായിട്ട് കുറച്ച് ഇങ്ങനെ കുരുക്കൾ വന്നപ്പോ കാണിച്ചതാണ് ഹോസ്പിറ്റലിൽ പോയപ്പോ. അപ്പൊ പറഞ്ഞത് 5-ാം പനിയിലായിരുന്നു, ചെറുതായിട്ട് വന്നു പോയതാണെന്ന്. മിസ്സേ, ഈ 5-ാം പനി എന്ന് പറയുന്നത് ഈ തക്കാളിപ്പനി അങ്ങനെ അതിനാണോ ഈ 5-ാം പനി എന്ന് പറയുന്നത്? തക്കാളിപ്പനിക്ക് ഇങ്ങനെ തന്നെയല്ലേ? അതിങ്ങനെ തന്നെയാണ്, പക്ഷെ തക്കാളിപ്പനി വേറെയാണ്. ഇത് മീസിൽസ് വേറെയാണ്, തക്കാളിപ്പനി വേറെയാണ് കേട്ടോ. രണ്ടിനും ശരീരത്തിലെ പാടുകൾ ഉണ്ടാകും. തക്കാളിപ്പനി എന്ന് വെച്ചാൽ കൈയുടെ വെള്ളയിലും കാലിന്റെ അടിയിലെ വെള്ളയിലും മാത്രം അങ്ങനെ ചുമന്ന കുരുക്കൾ വരുള്ളൂ, വേറെ ശരീരത്തിലൊന്നും അങ്ങനെ വരില്ല. എന്റെ കുട്ടിക്ക് 2 മൂത്താൾക്കും ചെറിയ ആൾക്കും വന്നിട്ടുണ്ട്. അത് പിന്നെ പെട്ടെന്ന് പടരുകയും ചെയ്യും. ആ കുരുവിന് പേര് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും, വേറെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ചുമന്നിരിക്കും ആ കുരു, നിറച്ച് ഇങ്ങനെ നമ്മുടെ കായിന്റെ വെള്ളയിലും ഈ വിരലിന്റെ ഇടക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് ആ വെള്ള ഭാഗത്താണ് അത് കൂടുതൽ വരണത്, ചുമന്നിരിക്കും. ഓക്കെ, അപ്പൊ മീസിൽസിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. The baby is immunized against measles between the age of 9 and 12 months and a booster in the form of MMR vaccine at 15 to 18 months. Should there be an epidemic of measles in the area, or should a family member get measles before the baby has introduced? The doctor usually immunizes the baby to protect it from catching it or keep the case from becoming a bad one if the baby before had it. അതായത് കുഞ്ഞിന് 9 മുതൽ 12 മാസം വരെ പ്രായത്തില് 5-ാം പനി പ്രതിരോധ കുത്തിവയ്പ് നൽകാറുണ്ട്. ഓക്കെ, 9 മുതൽ 12 മാസം വരെയുള്ള പ്രായത്തിലാണ് 5-ാം പനിയുടെ പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നത്. പിന്നീട് 15-18 മാസങ്ങളില് MMR വാക്സിൻ രൂപത്തില് ഒരു ബൂസ്റ്റർ നൽകുന്നു. അപ്പൊ MMR വാക്സിൻ രൂപത്തിൽ ഒരു ബൂസ്റ്റർ നൽകുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ എന്താണ് MMR? മീസൽസ്, മംസ്, റുബെല്ല.
മീസിൽസ്, മംസ്, റുബല്ല, ഇതാണ് MMR എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രദേശത്ത് 5-ാം പനി പകർച്ചവ്യാധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് 5-ാം പനി കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ തന്നെ ഒരു കുഞ്ഞിന് ഈ ഒരു എന്താ പറയാ പ്രതിരോധ കുത്തിവയ്പ്പ്, അതായത് ഈ ഒരു 5-ാം പനിയുടെ വാക്സിൻ നൽകുന്നതിന് മുമ്പായിട്ട് ആ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും 5-ാം പനി വന്നാല് കുഞ്ഞിന് അത് പിടിപെടാതെ സംരക്ഷിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഡോക്ടേഴ്സ് ഈ വാക്സിൻ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഒരു പ്രദേശത്ത് ആർക്കെങ്കിലും, അതായത് കൂടുതലായിട്ടും പ്രദേശത്ത് 5-ാം പനി എന്ന് പറയുന്ന ആ ഒരു സംഭവം സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ തന്നെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഇതിനു മുമ്പ് ആ വാക്സിൻ കൊടുത്തിട്ടില്ലെങ്കിൽ, ആ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഈ രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? ഇതിനെതിരെയുള്ള വാക്സിൻ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് 5-ാം പനി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ MMR വാക്സിൻ രൂപത്തിലാണ് നൽകുന്നത്. MMR എന്ന് പറഞ്ഞാല് മീസിൽസ്, മംസ്, റുബല്ല, ഈ 3 രോഗങ്ങൾക്കെതിരെയായിട്ടാണ് MMR വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ DPT പറഞ്ഞില്ല, അതുപോലെ തന്നെയാണ് MMR. 3 എണ്ണത്തിനുമായിട്ട് ഒറ്റ ഡോസ്. ക്ലിയർ ആണോ? ഓക്കെ. മാം, ഈ MMR എല്ലാ ഇയേഴ്സും എടുക്കാമോ? എന്താണ്? MMR എല്ലാ വർഷവും എടുക്കാമോ? കൃത്യമായിട്ട് ഒരു ഇത് പറയുന്നുണ്ട്, ഒരു കാലയളവ് പറയുന്നുണ്ട്. ടൈം ഇപ്പൊ ഇത് നമ്മുടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പഴയതാണ്. പിന്നെ ഇപ്പൊ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ പല ഇതിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വാക്സിനിലും അതിന്റെ ടൈമിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളത് കോൺടാക്ട് ചെയ്താൽ മതി ഹെൽത്തുമായിട്ട്. അപ്പൊ അവരത് പറഞ്ഞു തരും ഏത് വയസ്സിലാണ് എപ്പോഴാണ് എടുക്കേണ്ടതെന്നൊക്കെ. കോമൺ ആയിട്ട് ഈ ഒരു ഇതിലാണ് കാണിക്കുന്നത്, 18 മന്ത്സിനിടയിൽ കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഹെൽത്തുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വാക്സിൻസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ അവൈലബിൾ ആണ് അല്ലെ? മറ്റുള്ളവർക്കൊക്കെ അറിയില്ലേ? വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലേ? അപ്ഡേറ്റ്സ് വരില്ല. അതിനകത്ത് റെജിസ്റ്റർ മെമ്പർ ആവുക കേട്ടോ. അപ്പൊ അറിയാനായിട്ട് സ്കൂളിലെ മോന് കഴിഞ്ഞ വർഷം എടുത്തായിരുന്നു. ഇപ്പൊ ഈ വർഷം അവർ ഫോം തന്നു വിട്ടു, ഞാനത് ഫില്ല് ചെയ്ത് അയച്ചു. അതാ ചോദിച്ച എല്ലാ വർഷവും ഇത് എടുക്കണമെന്ന്. ഓക്കെ, നെക്സ്റ്റ് വൺ റുബല്ലയാണ് കേട്ടോ. റുബല്ല ഞാൻ വായിക്കാം. Rubella. Unless there is an epidemic in the area or a case in the family, doctors usually prefer to immunize babies against rubella when they are 1.5 years old. Explain cheyamo. Okay, ma'am. Unless there is an epidemic in the area or a case in the family, doctors usually prefer to immunize babies against rubella when they are 1.5 years old. ഒരു ഫാമിലിയിലോ ഒരു ഏരിയയിലോ റുബല്ല എന്നുള്ള എപ്പിഡമിക് റുബല്ല വന്ന ഡോക്ടേഴ്സ് യൂഷ്വലി കുട്ടികളെ ഇമ്മ്യൂണൈസ് ചെയ്യും. അവർക്ക് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാനായിട്ടാണ് സജസ്റ്റ് ചെയ്യുന്നത്. അത് കൊടുക്കുന്നത് 1.5 years old, 1.5 വയസ്സാകുമ്പോഴായിരിക്കും കുട്ടികൾക്ക് റുബല്ല വാക്സിൻ കൊടുക്കാൻ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. റുബല്ല എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഒന്ന് പറഞ്ഞ ആരെങ്കിലും റുബല്ലനെ കുറിച്ചപ്പോ. ജർമ്മൻ മീസൽസ് എന്ന് പറഞ്ഞിട്ടുള്ള രോഗമാണിത്. പകർച്ചവ്യാധിയാണ്, വൈറസ് മൂലം ഉണ്ടാകുന്ന പകർച്ചവ്യാധി. അത് വരുമ്പോ പനി, ചുവന്ന പാടുകൾ, തെളുത്ത പോലുള്ള പാടുകളൊക്കെ കാണാൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ സ്കൂളിൽ നിന്ന് ഇതിന്റെ വാക്സിൻ എടുത്ത് ഓർമ്മയുണ്ട്, റുബല്ലയുടെ. മൈൽഡ് മീസിൽസ് എന്ന് കൂടി പറയും റുബല്ലയ്ക്ക്, ചെറിയ രീതിയിൽ. ഗർഭാവസ്ഥയിലെ ഇത് അപകടമാണ്. ഗർഭാവസ്ഥയിൽ ഇത് അപകടമാണെന്നാണ് പറയുന്നത്. ഗർഭിണിയായിരിക്കുമ്പോൾ റുബല്ല ബാധിച്ചാൽ അത് കുഞ്ഞിന് ഗുരുതരമായ അസുഖങ്ങൾ, അതായത് കാഴ്ച, കേൾവി തകരാറുകളൊക്കെ സംഭവിക്കുന്ന ചാൻസ് ഉണ്ടെന്ന് പറയുന്നു.
പിന്നെ ബാക്കി എന്താ? പിന്നെ ചുമയും വേറെ പോയിന്റ്സ് പറഞ്ഞോളൂ, അറിയാവുന്നത് പറയട്ടോ. അപ്പൊ നമുക്ക് കുറെ അധികം നോളജ് ആവില്ലേ, എല്ലാവർക്കും അറിയാവുന്നത് ഷെയർ ചെയ്താല്. അല്ലെങ്കിൽ ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളും കൂടി പറയുവാണെങ്കിൽ അതൊരു എക്സ്പീരിയൻസും കൂടിയാണ്. ഇത് വായുവിലൂടെ പകരാനാണ് ചാൻസ് കൂടുതൽ. ചുമ, തുമ്മല് എന്നിങ്ങനെ വരുമ്പോൾ വായുവിലൂടെ പകരുന്നു. പിന്നെ രോഗങ്ങൾ കാണുന്നത് 5 ദിവസം മുമ്പ് പാടുകള് അങ്ങനെയൊക്കെ കാണാൻ ചാൻസ് ഉണ്ടെന്ന് അത്രയൊക്കെ അറിയാവൂ. ഗർഭിണികളെ ബാധിച്ചാല് അത് ഗർഭസ്ഥ ശിശുവിനെ വളരെയധികം ബാധിക്കും. ഹൃദയ സംബന്ധമായ രോഗങ്ങള്, കണ്ണിന്റെ കാഴ്ച, കേൾവിക്കുറവ്, അതൊക്കെ വളരെയധികമായിട്ട് ബാധിക്കും. പിന്നെ എന്താണ് മറ്റേ MMR വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുവിധം വരെ പ്രതിരോധിക്കാൻ കഴിയും. ശരിയാണ്, നിങ്ങളൊക്കെ പറഞ്ഞത് ഒരുവിധം ശരിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം റുബെല്ല എന്താണെന്ന്. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എന്നാലൊന്നും കൂടി ഒന്ന് വ്യക്തത വരുത്താം. അതായത് റുബെല്ല എന്ന് പറയുന്നത് കുട്ടികളിലും യുവാക്കളിലും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പകർച്ചവ്യാധി അണുബാധയാണ്. ഓക്കെ, ജർമ്മൻ മീസിൽസ് എന്നാണ് ഇതിനെ മറ്റൊരു പേരില് അറിയപ്പെടുക. അതായത് മൈൽഡ് മീസിൽസ് കേട്ടോ, അതായത് ചെറുതായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ കുട്ടികളിലും യുവാക്കളിലും കൂടുതലായിട്ട് കാണപ്പെടുന്നു. ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് നേരിയ പനി ഉണ്ടാകും, അതുപോലെ തന്നെ ചുണങ്ങ് ഉണ്ടാകും ശരീരത്തിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുണങ്ങ് രൂപപ്പെടും. പിന്നെ ഇതിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വശം എന്ന് പറയുന്നത് ഗർഭാവസ്ഥയിലാണ് റുബെല്ല ബാധിക്കുന്നതെങ്കിൽ പ്രഗ്നൻസി ടൈമില് അല്ലെങ്കിൽ പ്രഗ്നൻസി സ്റ്റേജിലെ ആദ്യ മാസത്തില് അബോർഷനായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അബോർഷനായി പോയില്ല എങ്കിൽ ജനിക്കുന്ന കുഞ്ഞിന് ഡിസബിലിറ്റീസ് അഥവാ വൈകല്യങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാമോ റുബെല്ല എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന്? അത് പ്രഗ്നൻസി സ്റ്റേജില് കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴായി രോഗത്തിനെ? പ്രഗ്നൻസി ടൈമില്. കാരണം അമ്മയ്ക്ക്, അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിക്ക് ഈ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് അബോർട്ടായി പോകാം. അതുമല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാല് വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുന്നു. പിന്നെ ഇത് പകരുന്നതെന്ന് പറഞ്ഞാല് രോഗബാധിതരായിട്ടുള്ള ആളുകൾ തുമ്മുകയോ ചുമയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ വായുവിലൂടെയുള്ള ചെറുകണികകളിലൂടെ, അതായത് ഡ്രോപ്സിലൂടെയാണ് ഈ രോഗം പകരുന്നത്. ഇനി കുട്ടികൾക്ക് ഈ രോഗം മാരകമായാൽ, കുട്ടികൾക്ക് ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാല് കുട്ടികൾക്ക് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ശ്രവണ വൈകല്യങ്ങൾ, അതായത് കേൾവിക്ക് തകരാറുണ്ടാകാം, അതുപോലെ കണ്ണിന് തകരാറുണ്ടാകാം, ഹൃദയ വൈകല്യങ്ങൾ, ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഓട്ടിസം ബാധിക്കാം, അതുപോലെ ഡയബറ്റീസ് മെലിറ്റസ് ടൈപ്പ് 2 അല്ലെ, ആ ഒരു ഇത് വരാം. പിന്നെ തൈറോയിഡ് വരാം, പിന്നെ അതുപോലെ തന്നെ ഒബിസിറ്റി വരാം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു റുബെല്ല കുട്ടികളിൽ വന്നു കഴിഞ്ഞാല്, കൂടുതലായി കഴിഞ്ഞാല് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ജനിക്കുന്ന അമ്മയ്ക്ക് ഈ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ജനിക്കുന്ന കുഞ്ഞിനും ഇത്തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രഗ്നന്റ് ലേഡീസ് എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് ഈ ഒരു രോഗത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടിയിരിക്കണം. ഓക്കെ, അപ്പോ ഇതിന് പ്രധാനമായിട്ടും ചെയ്യുന്നത് പ്രദേശത്ത്, അതായത് ഇവിടെ പറയുന്ന പാരഗ്രാഫിൽ പറയുന്നത് ഒരു പ്രദേശത്ത് ഈ ഒരു റുബെല്ലയുടെ പകർച്ചവ്യാധി അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ റുബെല്ലയ്ക്കെതിരായിട്ടുള്ള വാക്സിൻ എടുക്കാനായിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പൊ മനസ്സിലായോ? റുബെല്ലയുടെ സിംറ്റമും അതുപോലെ തന്നെ അതിനുണ്ടാക്കുന്ന സീരിയസ്നെസ് മനസ്സിലായോ? ഓക്കെ അല്ലേ? നമുക്ക് അടുത്തത് ലാസ്റ്റ് വൺ ആണ്. മംസ് ഒന്ന് നോക്കാം. മംസ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് മംസ്, അല്ലെ? ചെറുപ്പത്തിലൊക്കെ ഒട്ടുമിക്ക ആളുകൾക്കും വന്നിട്ടുള്ള ഒരു അസുഖമാണ് എന്ത്? മംസ് എന്ന് പറയുന്നത്,
അല്ലെ? ഇതിന്റെ മറ്റൊരു പേരാണ് മുണ്ടി നീരെന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി അറിയാൻ പറ്റും അല്ലെ? ആ പേര് കേൾക്കുമ്പോ മുണ്ടി നീര് വന്നിട്ടുണ്ടോ? യെസ് മാം. മക്കൾക്ക് രണ്ടുപേർക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ആളുകൾക്ക് ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുന്ന വന്നിട്ടുണ്ട്. സമയത്ത് മറ്റുള്ള രോഗങ്ങൾ ഡിഫ്തീരിയ, പെർട്ടുസിസ് ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ അവയർനെസ് ഉണ്ടാവില്ല. പക്ഷെ മംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എല്ലാ ബാച്ചിലെയും കുട്ടികൾ ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്യുന്നത് മംസ് പറയുമ്പോഴാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വന്നിട്ടുള്ള ഒരു അസുഖമാണത് മംസ്. ഇവൻ ഞാൻ ഉൾപ്പെടെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എന്ന് പറയുന്ന അസുഖം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ എന്താണ് അതിന്റെ പ്രത്യേകത? അത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക ഒന്ന് പറയാമോ? സ്വെല്ലിങ് കവിളിന്റെ ഇവിടെയോ എവിടേക്കോ എനിക്ക് കുഞ്ഞിലേ വന്നിട്ടുള്ളതാ. നല്ല പനിയായിരിക്കും. ഒരു വെള്ളം കുടിക്കാനൊക്കെ വീർത്ത് ബുദ്ധിമുട്ടായിരിക്കും മംസ് വന്നു കഴിഞ്ഞാൽ. പിന്നെ സൈഡ് മൊത്തം നീരായിരിക്കും. നീരുണ്ടാകും. അത് നല്ല വീക്കമായിരിക്കും, പനിയായിരിക്കും, പിന്നെ വെള്ളം കുടിനീരൊന്നും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഒരു 5-6 ദിവസം കഴിയുമ്പോൾ പാരാമിക്സോ വൈറസ് വിഭാഗത്തിൽ പെടുന്ന ഒരു വൈറസ് ആണ് ഈ രോഗം പരത്തുന്നത്. വൈറസ് പരത്തുന്നു, കവിളുടെ ഭാഗത്ത് ഉണ്ടാകുന്നു, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാനും ഇറക്കാനും അല്ലേ, വെള്ളം കുടിക്കാനല്ലേ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജീവിതത്തിൽ മറക്കാത്ത രോഗങ്ങളിൽ കൂടി രേവതി ഒന്ന് പറയട്ടെ എന്താണ്? എന്റെ ജീവിതത്തിൽ മറക്കാത്തൊരു കാര്യമാണ് ഈ മുണ്ടി നീരുന്നത്. അതിന്റെ ഫോട്ടോ വരെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലാണ് എനിക്ക് വന്നത്. മലയ്ക്ക് പോണ സീസണിൽ മോന് ഫസ്റ്റ് വന്ന് ചെറുതായിട്ട് മലയ്ക്ക് പോണതിന് മുമ്പ്. പക്ഷെ അവൻ ആ യാത്ര ഒക്കെ ചെയ്തതിൽ അവന്റെ മാറി. പക്ഷെ പിറ്റേ ദിവസം തുടങ്ങി എനിക്ക് ഈ ചെവിരി സൈഡിലായിട്ട് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. എനിക്ക് പല്ല് വേദന വരാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കരുതി അതായിരിക്കുള്ളൂ. പക്ഷെ പിറ്റേ ദിവസം അന്ന് രാത്രി ഞാൻ അങ്ങനെ ഉറങ്ങാൻ ഭയങ്കര കുത്തിയുള്ള ഒരു വേദന പോലെ തോന്നി ചെവിയുടെ സൈഡിലായിട്ട്, ഒരു സൈഡിൽ മാത്രം. പക്ഷെ ഞാൻ വിചാരിച്ച രാവിലെ ആകുമ്പോഴേക്ക് മാറുമായിരിക്കും പല്ല് വേദന. പിറ്റേ ദിവസം എണീച്ചപ്പോ എന്റെ മുഖം കണ്ടിട്ട് ഞാൻ തന്നെ അതിശയപ്പെട്ടു പോയി. എന്ന് വെച്ചാൽ വീർത്തിട്ട് ഒരു സൈഡ് വീർത്തിട്ട് വായ തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വേദന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചു പ്രസവ വേദന ഏറ്റവും വലിയ വേദന. പക്ഷെ ഞാൻ മറക്കൂല, ആ സൈഡിൽ വേദന വന്ന് വെള്ളം ഇറക്കാൻ പറ്റാണ്ടേ ഈ തൊണ്ടയിൽ കൂടി ചെവിയുടെ വേദന എന്ന് വെച്ചാൽ കുറെ പെയിൻ കില്ലർ വാങ്ങിച്ചു നോക്കി. പിന്നെ കുറയാണ്ടായപ്പോ ഡോക്ടർ അടുത്ത് പോയി ഒരു നീല കളർ ഒരു മരുന്ന് തന്നത് പെരട്ടാനായിട്ട്. പക്ഷെ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ച ആ സൈഡ് എനിക്ക് കുറഞ്ഞു വന്നു. പക്ഷെ പിറ്റേ ദിവസം ആയപ്പോ മറ്റേ സൈഡ് വന്നു. 2 സൈഡും കൂടി വീർത്തിട്ട് ഞാൻ ഇപ്പോഴും ആ ഫോട്ടോ, അന്നത്തെ ആ ഫോട്ടോ എന്റെ ഇപ്പോഴും ഗാലറിക്ക് എടുക്കണ്ട്, ഞാൻ എടുത്തു വെച്ചത്. പിറ്റേ ദിവസം ആയപ്പോ മൂത്ത മോൾക്ക് വന്നു ആ 2 സൈഡ്. പിന്നെ വീട്ടിലെല്ലാവർക്കും വന്നു. സ്കൂളിലാണ് എക്സാം ആയിരുന്നു, ക്രിസ്മസ് എക്സാമിന്റെ അവസരമായിരുന്നു. അവിടെ സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞ എല്ലാവർക്കും പടരുന്നുണ്ട്, സ്കൂളിലോട്ട് വരണ്ടെന്ന് പറഞ്ഞു മോളോടൊക്കെ. അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ള അവസ്ഥയായിരുന്നു എല്ലാവർക്കും. വീട്ടിൽ വന്നിട്ട് ഫുഡ് പോലും ഉണ്ടാക്കാനായിട്ട് ഒന്നും എണീക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എനിക്ക്. അത്രയ്ക്കും വേദനയായിരുന്നു. വെള്ളം പോലും ഇറക്കില്ല, ജ്യൂസ് മാത്രം ഇങ്ങനെ അടിച്ചിട്ട് എങ്ങനെയാണ് കഷ്ടപ്പെട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കുറച്ചീശെ കുടിച്ചു തുടങ്ങിയത് തന്നെ. അത്രയ്ക്കും വേദനയായിരുന്നു. ആ മരുന്നിന്റെ സ്മെല്ലാണ് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത. ആ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്. ആ മരുന്നിന്റെ സ്മെല്ല് ഇപ്പോഴും ഉണ്ട് മനസ്സിൽ. പിന്നെ വേറെ ആർക്കാണ് വന്നിട്ടുള്ളത്? ഇതുപോലെ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടോ? മാം എന്റെ എന്റെ മക്കൾക്ക് 2 പേർക്കും വന്നിട്ടുണ്ടായിരുന്നു. ഒരു 2-3 മാസം ആയതേ ഉള്ളൂ. ഈയിടെ ഇവിടെ ആലപ്പുഴ ജില്ലയിൽ ഇങ്ങനെ മുണ്ടുനീര് വ്യാപകമായിട്ട് കണ്ടായിരുന്നു. അന്നേരം മോനിക്ക് ഇതുപോലെ മദ്രസയിലെ കണ്ട് പോയിട്ട് വന്ന് അങ്ങനെ വരാം. മോനിക്കായി, അത് കഴിഞ്ഞ് പിന്നെ മോക്കായി. 2 പേരുടെയും കവിള് നന്നായിട്ട് വീർത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അന്നേരം ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ് ഈ പുളിപ്പുള്ള എന്തെങ്കിലും മിഠായികൾ പോലുള്ളതൊക്കെ പിള്ളേർക്ക് വായിൽ വെച്ച് കൊടുക്കണം. ഈ ഉമിനീർ ഗ്രന്ഥികളെ ബാധിക്കുന്നതാണിത് ഈ രോഗം. അതുകൊണ്ട് ഈ പുളിപ്പുള്ളതൊക്കെ ചെല്ലുമ്പോഴേ ഉമിനീര് ധാരാളമായിട്ട് ഇറങ്ങി വന്ന്
കുറവ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ പുളിപ്പുള്ളതൊക്കെ പിള്ളേരുടെ വായിൽ വെച്ച് കൊടുത്തൊക്കെ കുറച്ചു നാളും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്കൂളിലും അംഗനവാടിയിലും ഒന്നും വിട്ടില്ല രണ്ടുപേരെയും. അങ്ങനെ കുറെ നാൾ അങ്ങനെ വീട്ടിൽ നിന്ന് രണ്ടുപേരും. റഷിദ എന്താ പറയാനുള്ളത്? എനിക്ക് വന്നിട്ടുണ്ട് മാം, പക്ഷെ എന്റെ കുഞ്ഞിലെയാ വന്നിട്ട് ഒരു 5 വയസ്സ് 6 വയസ്സൊക്കെ ആ ടൈമിലാണ് വന്നിട്ടുള്ളൂ. അപ്പൊ എനിക്ക് കവിളിന്റെ ഈ ഭാഗത്ത് നല്ലൊരു നീര്, വേദന. എന്റെ ഉമ്മ അപ്പൊ പ്രഗ്നന്റ് ആയിരുന്നു, എന്റെ അനിയനെ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ എന്റെ ഉമ്മയുടെ വാപ്പാച്ചിയ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ ഗ്രാൻഡ് ഫാദറിന്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഒരുങ്ങുന്ന ചെറിയ ഓർമ്മ. പക്ഷെ എനിക്ക് അതിന്റെ ഒരു വേദനയും അന്നത്തെ ആ ഒരു മുഖത്തിന്റെ ഒരു വീക്കോ എപ്പോഴും മൈൻഡിലുണ്ട്. അതുകൊണ്ട് ഈ ഒരു അസുഖത്തിന്റെ പേര് കേൾക്കുമ്പോഴേ എനിക്ക് ഫസ്റ്റ് എന്റെ ഗ്രാൻഡ് ഫാദറിനെയാണ് ഓർമ്മ വരുന്നത്. പുള്ളി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. പിന്നെ എന്റെ കസിൻസിനൊക്കെ എന്റെ അടുത്ത് വരാതെ കുറെ മാറിയൊക്കെ നിന്ന് അയ്യോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ചെറിയൊരു ഓർമ്മയേ ഉള്ളൂ എനിക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് മംസ് എന്ന് നോക്കാം അല്ലെ. നോക്കാം, മംസിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുണ്ട്. അതായത് കവിളിന്റെ സമീപത്തുള്ള പരോട്ടിക് ഗ്രന്ഥികൾ, അതായത് പരോട്ടിക് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഉമിനീർ ഗ്രന്ഥികളെ കൂടുതലായി ബാധിക്കുന്ന രോഗമാണ് മംസ്. ഓക്കെ, നമ്മുടെ കവിളിന്റെ സൈഡിലായിട്ട് എന്തുണ്ട്? 2 സൈഡിലുണ്ട് കേട്ടോ. പരോട്ടിക് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഉമിനീർ ഗ്രന്ഥികളുണ്ട്, സലൈവ ഗ്ലാൻഡ് ഉണ്ട്. അപ്പോ അതിനെ ബാധിക്കുന്ന രോഗമാണത് ഈ മംസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ആ സൈഡില് എന്ത് ഇരിക്കുന്നേ? ആ സൈഡിൽ എന്താ പ്രത്യേകത? മംസ് വരുമ്പോ നീര് വരുന്നത്. നീര് വരുന്നത് അതുകൊണ്ടാണ്. പരോട്ടിക് ഗ്ലാൻഡിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ സൈഡിൽ എന്ത് വരുന്നേ? നീര് വരുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ എന്തിനെയാണ് ബാധിക്കുന്നതെന്ന്? പരോട്ടിക് ഗ്ലാൻഡിനെയാണ് ബാധിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി സാധാരണയായിട്ട് ഈ രോഗം, അതായത് നമ്മൾ പറയുന്നതാണ് കൂടുതലായിട്ട് മുമ്പത്തെ സമയത്ത് പണ്ട് കാലത്തേക്ക് കൂടുതലായിട്ട് ഈ രോഗം കണ്ടുവന്നത് സാധാരണയായിട്ട് കേരളത്തിലെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ഓക്കെ, അതായത് വേനൽ അവധി അല്ലെങ്കിൽ വേനൽക്കാലത്താണ് കൂടുതലായിട്ട് ഈ രോഗം കണ്ടുവരാറായിട്ടുള്ളത്. പിന്നെ ഈ രോഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഈ രോഗം വന്നാല് പിന്നീട് വരാനുള്ള സാധ്യത കുറവാണ്. ഒരു പ്രാവശ്യം വന്നിട്ട് വീണ്ടും ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ഇതൊരു പ്രാവശ്യം പിന്നീട് വരാനുള്ള വളരെ കുറഞ്ഞ അളവിൽ അല്ലെങ്കിൽ വളരെ ചുരുക്കം ആളുകൾക്ക് ചിലപ്പോൾ 2 3 പ്രാവശ്യമൊക്കെ വരാം. പക്ഷെ മെജോറിറ്റിയും ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യില്ല, ഈ രോഗം വരില്ല കേട്ടോ. അപ്പോ ഈ ഒരു രോഗം വരാനുള്ള സാധ്യത കുറവാണെങ്കിൽ കൂടിയും ഇതുണ്ടാക്കുന്ന അസ്വസ്ഥതകളും അതുപോലെ തന്നെ പാർശ്വഫലങ്ങളും ഈ രോഗത്തെ ഗൗരവമുള്ളതാക്കും. ഈ രോഗം ഒരു പ്രാവശ്യം വന്നാലും പിന്നീട് വരില്ല, അതോർത്ത് നമ്മൾ പേടിക്കേണ്ട. പക്ഷെ ആ സമയത്ത് ഈ രോഗം ഉണ്ടാക്കുന്ന ചില അസ്വസ്ഥതകളുണ്ട്, അതുപോലെ തന്നെ പാർശ്വഫലങ്ങൾ, സൈഡ് എഫക്റ്റുകൾ ഉണ്ട്. അത് ഈ രോഗത്തിനെ കുറച്ച് ഗൗരവമുള്ളതാക്കും. പിന്നെ സാധാരണയായിട്ട് ഈ രോഗം മരണ കാരണമല്ല. അതായത് ഈ മംസ് വന്നിട്ട് ആരും ഇതുവരെ മരിച്ചിട്ടില്ല. മുട്ടുനീര് വന്നിട്ട് ആരും എന്ത് ചെയ്തിട്ടില്ല, മരിച്ചു പോയിട്ടില്ല. കേട്ടിട്ടുണ്ടോ മരിച്ചു പോയിട്ടുണ്ട് മുട്ടുനീര് വന്ന്? ഇല്ല. അപ്പൊ സാധാരണയായിട്ട് ഈ രോഗം എന്താവാറില്ല, മരണ കാരണമാകാറില്ല. പിന്നെ അതുപോലെ തന്നെ മുണ്ടുനീരിന്റെ കാരണക്കാരെന്ന് പറയുന്നത് മിക്സോ വൈറസ് കുടുംബത്തിൽപ്പെട്ട ഒരു തരം വൈറസുകളാണ്. അപ്പൊ മിക്സോ വൈറസ് കുടുംബത്തിൽപ്പെട്ട ഒരു തരം വൈറസുകളെയാണ് ഈ മുണ്ടുനീര് ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. 5 വയസ്സിനും 15 വയസ്സിനും. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, നിങ്ങൾക്ക് എപ്പോഴാണ് വന്നിട്ടുള്ളതെന്ന് ചെറുപ്പത്തില്? ഈ പറയുന്ന ഏജ് ഗ്രൂപ്പിലാണോ? 5 to 15? എനിക്ക് 5 വയസ്സിലാണ് വന്നിട്ടുള്ളത്. 5 വയസ്സിലാണ് വന്നിട്ടുള്ളത് അല്ലെ? എനിക്ക് വന്നിട്ടുള്ളത് 9 വയസ്സിലായിരുന്നു. 9 വയസ്സിലാണ് എനിക്ക് വന്നത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, വീട്ടിലെല്ലാവരും പറഞ്ഞു മുട്ടുനീരിന്റെ ഇതുണ്ട്. കാരണം കവിളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ, അതായത് ഈ ഒരു സൈഡ് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മുട്ടുനീരാണെന്ന് ഫാമിലിയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്ന് ഉറപ്പിക്കണമല്ലോ. പിന്നെ മരുന്ന് മേടിക്കണ്ട, അതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രിയിലാണ് പോയത്.
അപ്പൊ ആ ഡോക്ടർ പറഞ്ഞത് മുട്ടുനീരാണ്, അങ്ങനെ മരുന്നും കാര്യങ്ങളൊക്കെ തന്നു. അപ്പൊ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര സന്തോഷമായി. കാരണം കുറച്ചാൾ സ്കൂളിൽ പോകണ്ടല്ലോ, ഇത് മാറുന്നവരെ, കാരണം പെട്ടെന്ന് പകരുമല്ലോ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്നിട്ട് ടി വി വെച്ചിട്ട് സിനിമ കാണാനിരിക്കുകയാണ്. അപ്പൊ ഭയങ്കര സന്തോഷം, ടി വി കണ്ടിട്ട് സിനിമ കണ്ടിരിക്കല്ലോ. പക്ഷെ അമ്മ എന്നിട്ട് കട്ടൻ ചായ ബണ്ണും കൊണ്ടുവന്ന് തന്നു കഴിക്കാനായിട്ട്. പക്ഷെ ഇത് ഇറക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് എനിക്ക് ദേഷ്യം കയറിയത്. ദൈവമേ, സ്കൂളിൽ പോയാലും കുഴപ്പമില്ലായിരുന്നു, ഇത് വരണ്ടായിരുന്നു തോന്നിയത്. ഇത് ഇറക്കാൻ പറ്റുന്നില്ല, കാരണം ഭയങ്കര ഭാരമാ. ഒരു കല്ലെടുത്ത് നമ്മുടെ ഈ മുഖത്തിന്റെ സൈഡിൽ കെട്ടി വെച്ചേക്കണ പോലെയുള്ള ബുദ്ധിമുട്ടായിരുന്നു അന്നുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അത് ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. അപ്പൊ അത്രയും ബുദ്ധിമുട്ട് അന്ന് വന്നതാണ്, പിന്നെ വന്നിട്ടില്ല. അപ്പൊ അത് വരാനുള്ള ചാൻസ് കുറവാണ് കേട്ടോ. പിന്നെ മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ, പണ്ടൊക്കെ ഈ മുണ്ടി നീര് വരുമ്പോഴേ ചിരട്ട ചിലവരിങ്ങനെ കെട്ടിയിരുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട്, അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്? അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അത് പണ്ടുള്ള ആളുകളല്ല, ഓരോ വിശ്വാസങ്ങൾ അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവും. എനിക്കറിയാം, അതായത് ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, ചിരട്ട കിട്ടിയിട്ടത് തൂക്കിയിടുന്നത് അങ്ങനത്തെ സംഭവമാണ്. പക്ഷെ നമ്മള് അതിന്റെ പുറകെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മള് പ്രോപ്പറായിട്ട് മെഡിസിൻ കഴിക്കുക കേട്ടോ. ഡോക്ടറെ കാണാൻ എത്ര സുഖം വന്നാലും ഡോക്ടറാണ് നമ്മൾക്ക് മരുന്ന് തരുന്നത്. അവര് പറയുന്ന അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അമ്മയിൽ നിന്നും ആന്റിബോഡീസ്, രോഗപ്രതിരോധ വസ്തുക്കൾ, അതായത് മുലപ്പാലിലൂടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ട് 6 മാസത്തിന് താഴെയുള്ള കുഞ്ഞുങ്ങളിൽ ഈ രോഗം വരാറില്ല. ഓക്കെ. അപ്പൊ 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ മുട്ടുനീര് എഫക്ട് ചെയ്യാറില്ല. കാരണം എന്താ, ഫീഡ് ചെയ്യുന്ന ഇതിലൂടെ ആന്റിബോഡീസ് അല്ലെങ്കിൽ രോഗപ്രതിരോധ വസ്തുക്കൾ ധാരാളമായി കുഞ്ഞുങ്ങളിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഈ രോഗം അവരെ ബാധിക്കാറില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ രോഗം പകരുന്നത് ഒന്നില്ലെങ്കിൽ ഉമിനീരിൽ കൂടിയോ അല്ലെങ്കിൽ നേരിട്ടുള്ള സ്പർശനം, ക്ലോസ് കോണ്ടാക്ട് വഴി എന്ത് ചെയ്യാം, ഈ രോഗം പകരാവുന്നതാണ് കേട്ടോ. അപ്പൊ സാധാരണയായിട്ട് ഈ രോഗം വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഒറ്റയ്ക്ക് ഇരുത്താണ് ചെയ്യുന്നത്. അധികം ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാറില്ല, കാരണം പെട്ടെന്ന് പകരും. പിന്നെ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ കാണുന്നത് വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 18 ദിവസമാണ് കേട്ടോ. ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് 18 ദിവസമാണ്. പിന്നെ ഇതിന്റെ ഫസ്റ്റ് സിംറ്റം അല്ലെങ്കിൽ ഇതിന്റെ ഒരു മേജർ സിംറ്റം എന്ന് പറയുന്നത് ചെവി വേദനയാണ്. നല്ല രീതിയിൽ ചെവി വേദനിക്കും. കാരണം ഈ ഭാഗത്തൊക്കെ ആയിരിക്കും ഉണ്ടാവുക കൂടുതലായിട്ട്. അതുകൊണ്ട് നേരിട്ട് ചെവിയുമായിട്ട് കണക്റ്റഡ് ആണ്, ചെവിയുടെ വെയിനുമായിട്ട് കണക്റ്റഡ് ആണ് ആ പരോട്ടിഡ് ഗ്ലാൻഡ്. അതുകൊണ്ട് തന്നെ ചെവി വേദന കൂടുതലായിട്ട് അനുഭവപ്പെടും. പിന്നെ ഫസ്റ്റ് സിംറ്റം ചെവി വേദന. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ വാക്സിൻ നമുക്ക് നോക്കാം. നമ്മുടെ PDF കൊടുത്തിരിക്കുന്ന എന്താണെന്ന്. MMR വാക്സിൻ മുഖേന കുഞ്ഞിന് 1.5 വയസ്സ് 15 തുടങ്ങി 18 മാസം വരെ പ്രായമുള്ളപ്പോൾ മുണ്ടുനീര് തടയുന്നതിനുള്ള വാക്സിൻ നൽകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടിക്ക് 12 വയസ്സുള്ളപ്പോൾ മുണ്ടുനീരിന്റെ ഒരു ബൂസ്റ്റർ ഡോസും നൽകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ, ഞാനൊന്ന് വായിക്കാം. Immunization to prevent mumps is usually given when the baby is 15 to 18 months in the form of MMR, mumps, measles, rubella. ഇത് കുട്ടികൾക്ക് പൊതുവെ ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ്. ഈ മീസിൽസ്, മംസ്, റുബല്ലയാണോ, മംസ്, മീസിൽസ്, റുബല്ലയാണോ കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ ഗൂഗിളിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ മീസിൽസ്, മംസ്, റുബല്ല എന്നാണ് പറയുന്നത്. പക്ഷെ മംസ്, മീസിൽസ്, റുബല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമില്ല. എക്സാമിന് അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നാലും അത് തെറ്റല്ല കേട്ടോ. എങ്ങനെയായാലും ചോദിച്ചാൽ മതി. അതായത് M എന്ന് പറയുന്നത് എന്തിനെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നതെന്നാണ് അവിടെ ചോദിക്കുന്നത് കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. Mumps booster may be given when the child is 12 years old. This is specifically important for boys. If a boy catches mumps when he is immature, he may become sterile. അതായത് ആൺകുട്ടികൾ എന്ന് പറഞ്ഞാല് ആൺകുട്ടികൾക്ക് മംസിന്റെ വാക്സിൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. പ്രധാനമായിട്ടും പ്രായപൂർത്തിയാകാത്തപ്പോൾ ഒരു ആൺകുട്ടിക്ക് മുണ്ടുനീര് പിടിപെട്ടാൽ അയാൾ സ്റ്റെറൈൽ അഥവാ വന്ധ്യനാകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ 12 വയസ്സിൽ
മാംസിന്റെ എന്ത് ചെയ്യണം, ബൂസ്റ്റർ ഡോസ് നൽകണം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പോ ഹോസ്പിറ്റലിലൊന്നും അത് നൽകുന്നില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊന്നും അതിന്റെ ബൂസ്റ്റർ ഡോസ് നൽകുന്നില്ല. എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നാലാണ് അത് എടുക്കുന്നത്. അപ്പോ പ്രായപൂർത്തിയാകാത്ത സമയത്താണ് ഈ ഒരു ആൺകുട്ടിക്ക് ഈ രോഗം മുണ്ടുനീര് പിടിപെടുന്നതെങ്കിൽ ചിലപ്പോൾ അയാൾ സ്റ്റെറൈൽ ആകാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞു വെക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇത് പറയുന്നത് മാത്രമാണ് കേട്ടോ. ഇതിന് എത്രമാത്രം ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇത് മാത്രമായിട്ട് പറയുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. മാം 2 ക്വസ്റ്റ്യൻ തന്നിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലായിരുന്നു തന്നത്. ക്വസ്റ്റ്യൻസോ? ആ, ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്മിറ്റ് ആവുന്ന ഡിസീസും അനിമൽസിൽ നിന്ന് ട്രാൻസ്മിറ്റ് ആവുന്ന ഡിസീസും എന്താണെന്ന്. ഓക്കെ, എന്താണ് കണ്ടുപിടിച്ചോ? പറയൂ. ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്മിറ്റ് ആവുന്നത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്, HAIS. അതാണോ? ബാക്കിയുള്ളവര് കണ്ടുപിടിച്ചോ? ബാക്കിയുള്ളവരാരും നോക്കിയിട്ട് വന്നില്ല. ഞാൻ പറഞ്ഞതാണല്ലോ ചെയ്യാനായിട്ട്. സനില, എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്മിറ്റ് ആവുന്ന ഡിസീസ്? HIAS അതല്ലേ മാം? അതാണോ? അങ്ങനെയാണ് കിട്ടിയത്, നെറ്റിൽ നോക്കിയിട്ട് അതാണ് കിട്ടിയത്. പിന്നെ ബാക്കിയുള്ളവർ ഇത് തന്നെയാണോ എല്ലാവർക്കും കിട്ടിയത്? അനിമൽസിൽ നിന്ന് ട്രാൻസ്മിറ്റ് ആവുന്ന സൂണോട്ടിക് ഡിസീസ്. സൂണോസിസ് എന്ന് പറയൂ അല്ലെ? പിന്നെ വേറെ, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്മിറ്റ് ആകുന്ന രോഗങ്ങളെ നമ്മൾ നാസോകോമിയൽ ഡിസീസ് എന്ന് പറയും. അത് കേട്ടിട്ടുണ്ട്? നാസോകോമിയൽ കേട്ടിട്ടില്ല? നാസോകോമിയൽ എന്നും കൂടി പറയൂ കേട്ടോ. അതാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. മറ്റേത് ഞാനൊന്ന് നോക്കാം, നോക്കിയിട്ട് പറയാം. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? അത് HAI, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. അതിന്റെ മറ്റൊരു പേരായിരിക്കും ചിലപ്പോൾ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഓക്കെ, മിസ് പറഞ്ഞ പേരൊന്നുകൂടി പറയാമോ? നാസോകോമിയൽ ഡിസീസസ്. നാസോകോമിയൽ ഡിസീസസ്. നാസോകോമിയൽ ഡിസീസസ് എന്നാണ് കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മാം. അപ്പോൾ ഇന്ന് ക്ലാസ് എടുത്ത ശ്രുതി മാമിനും അതുപോലെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് അറിവ് കിട്ടി, ഒരുപാട് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു മാം. Thank you. Next class കേട്ടോ. Thank you, ma'am. Thank you. Thank you, ma'am.